ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ബജാജ് ഫിനാൻസിൻ്റെ EMI കാർഡ് ബാനായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ വീഡിയോ സംഭവം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബജാജ് ഫിനാൻസിന് ഇപ്പോൾ പുതിയൊരു പണിയും കൂടി കിട്ടിയിട്ടുണ്ട്. ബജാജ് ഫിനാൻസിൻ്റെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതായത് RBL ബാങ്കായിട്ടും അതുപോലെ തന്നെ DBS ബാങ്കായിട്ടും ഒരു ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കുന്നുണ്ട്. സൂപ്പർ കാർഡ്സ് ഉണ്ട്. എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് 6 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 2017 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ട് കാർഡുകൾ RBL ആയിട്ട്. DBS ഇപ്പോൾ 1 കൊല്ലം 2 കൊല്ലം ആയിട്ടുള്ളൂ, 1.5 കൊല്ലം സംതിങ് ആയിട്ടുള്ളൂ ഒരു പാർട്ണർഷിപ്പായിട്ട്. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അവരുടെ EMI കാർഡും അതുപോലെ തന്നെ ലോൺസിനൊക്കെ കുറേ ബാനും സംഭവങ്ങളൊക്കെ RBI സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. വെച്ചാൽ ഇവർ മര്യാദയ്ക്ക് റൂൾസും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാത്ത കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ്സിനും ഇപ്പോൾ പുതിയ എന്താ പറയുക ഒരു ബാൻ ചെയ്യാൻ പോകണം. അപ്പോൾ RBI ഇപ്പോൾ ഡിസംബർ 24, 2024 വരെ ഇപ്പോൾ ആക്ച്വലി ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അവരത് ഈ സംഭവങ്ങളൊക്കെ ശരിയാക്കാനും സംഭവങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ മെജോറിറ്റിയിൽ ഒരു 75% ഈ ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ബാൻ ആവാൻ തന്നെ സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ DBS ബാങ്കിൻ്റെ ബജാജ് ഫിനാൻസിൻ്റെ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ബാങ്കിൻ്റെ ഡയറക്റ്റ് കാർഡായിട്ട് മാറി കിട്ടും. അങ്ങനെയാണ് നോർമലി ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോണത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 1 കൊല്ലം കൂടി ഉണ്ട്, ഡിസംബർ 2024 വരെ ഉണ്ട്, എന്തായാലും ടൈം ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25% മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അത് ചാൻസ് ഉള്ളത് ഇത് നിലനിന്ന് പോകാൻ. 75% ഓൾമോസ്റ്റ് ഡിസ്കണ്ടിന്യൂ ആവാനാണ് ചാൻസ് പറഞ്ഞേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ കുറേ സംഭവങ്ങൾ അഗെയിൻസ്റ്റ് റൂളും അതുപോലെ തന്നെ റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അപ്പോൾ RBI ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എല്ലാ ബാങ്കുകൾക്കും അതുപോലെ NBFCകൾക്കൊക്കെ മര്യാദയ്ക്ക് റൂൾസും സംഭവങ്ങളൊന്നും ഫോളോ ചെയ്തവർക്ക് നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ EMI കാർഡും മറ്റൊക്കെ ബാനായത്. ഇപ്പോൾ ഇനി ഇതും കൂടി ബാനായി കഴിഞ്ഞാൽ എന്തായാലും ബജാജ് ഫിനാൻസ് നേരത്തെ നമ്മുടെ PTM ഒക്കെ ഇടിഞ്ഞ പോലെ ഷെയറൊക്കെ ഇടിയിട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ബജാജ് ഫിനാൻസിൻ്റെ ക്രെഡിറ്റ് കാർഡ് കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ഇൻഫർമേഷൻ എന്തായാലും പുതിയ സംഭവമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു ബജാജ് ഫിനാൻസിൻ്റെ RBLൻ്റെ സൂപ്പർ കാർഡ് ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബജാജിൻ്റെ ഡയറക്റ്റ് RBL ബാങ്കിൻ്റെ കാർഡായിട്ടാണ് ഒരു അപ്ഗ്രേഡ് വരിക. അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല, ആ സെയിം കാറ്റഗറിയിൽ വരുന്ന കാർഡിനെ ഇവർ മാറ്റി തരിക. RBL ബാങ്കിൻ്റെ എല്ലാ കാർഡും ഒരു ബിലോ ആവറേജ് കാർഡ് തന്നെയുണ്ട്. അപ്പോൾ അപ്ഗ്രേഡ് ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഉണ്ട്, ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ക്രെഡിറ്റ് കാർഡ് സംഭവമാണ്. അപ്പോൾ എന്തായാലും അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്ര അധികം എന്താ പറയുക ഒരു 5 to 6 ഇയറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓൾഡ് കാർ ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്താൽ നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഡൗൺഗ്രേഡ് ചെയ്ത് ഏറ്റവും മിനിമം കാർഡ് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് യൂസേജ് ആണ്. എന്തെങ്കിലും RBLൻ്റെ ഓഫർ സംഭവം വരുമ്പോൾ മാത്രം എടുക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേഴ്സിൻ്റെ ഉള്ളിൽ മാത്രമേ പുറത്തേക്ക് എടുക്കാറില്ല. അപ്പോൾ റീസെൻ്റ്ലി നമുക്ക് പുതിയ ഇപ്പോൾ ആക്സിസിൻ്റെ നിയോ കാർഡ് എനിക്കിപ്പോൾ അത് ഷിപ്പായെന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും 2 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ അതിന് അൺബോക്സിംഗ് വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിൻ്റെ അപ്രൂവലിലും അതിൻ്റെ എങ്ങനെ അപ്രൂവ് ആയ സംഭവങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാത്തൊരു പോയി കണ്ടു നോക്കട്ടാ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ഇട്ടുണ്ടായിരുന്നു, കാണാത്തൊരു പോയി കണ്ടു നോക്കട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ന്യൂസ് വന്നിരിക്കുന്നത്. ബജാജ് ഫിനാൻസിന് ഇപ്പോൾ കുറേ ഡബിൾ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ EMI കാർഡ് വർക്ക് ചെയ്യുന്നില്ല, അവർ അറിഞ്ഞിട്ടില്ലേ തോന്നുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഇട്ടുകൊടുത്താണ്. അടുത്ത വീഡിയോ കാണാം.